മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് മക്കൾ തുല്യമായി പങ്കിട്ടെടുക്കുന്നു. പക്ഷേ ആ വാപ്പക്ക് നേലായി ജീവിച്ച ഉമ്മയുടെ വിഷയത്തിൽ ആരും ആക്രാന്തം കാണിക്കുന്നില്ല. പല കുടുംബത്തിലും ഇളയവന്റെ വീട്ടിലാ പല ഉമ്മമാരും ആ ഇളയവന്റെ വീട്ടിൽ നിന്ന് ഒന്നു മാറി മൂത്തവന്റെ വീട്ടിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിലും മൂത്ത മക്കളാരും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. എന്തേ കാരണം? ചർച്ച ചെയ്താൽ അവനാന്റെ തലയിലാകും. ഇളയവന്റെ വീട്ടിലേക്ക് ചെന്ന് 1000-ഓ 10,000-ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണിയോ അല്ലെങ്കിൽ പർദ്ദയുടെ തുണിയോ കൊടുത്ത് ബാധ്യതകൾ അകറ്റുന്ന ഒരു മക്കളാണ് നമ്മളെങ്കിൽ, ആ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ് നമ്മളെങ്കിൽ, അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഖബറിൽ പോലും അല്ല സമാധാനം കൊടുക്കാത്തൊരു കൂട്ടർ ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തിയ മക്കൾക്ക് ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമുൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം, അല്ല നോക്കുകയോ അല്ല സംസാരിക്കുകയോ ചെയ്യാത്ത 3 വിഭാഗം കൂട്ടരിൽ ഒന്നാമത്തെ കൂട്ടർ ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ആ മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കളാ. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃസ്നേഹവും പിതൃസ്നേഹങ്ങളുമൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളായി മാറിക്കൊണ്ടിരിക്കുകയാ. വാട്സപ്പിൽ മാത്രം ഉമ്മയെ സ്നേഹിക്കുന്നവര്, മാതാവിനോടുള്ള സ്നേഹത്തിന്റെ കഥകളും പ്രസംഗങ്ങളും കേട്ട് കണ്ണുനീരോടെ പ്രസംഗിക്കുന്നവനെ സ്നേഹിക്കുന്നവര്, ആ കഥനയുടെ കണ്ണീരുകൾ കേട്ട് പ്രശംസകൾ